അസ്സലാമലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ പെരുന്നാൾ ഇന്ന് രണ്ടാം പെരുന്നാളായില്ലേ മക്കളെ. നോമ്പൊക്കെ കഴിഞ്ഞപ്പോഴേ നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ദാഹവും നല്ല ചൂടുണ്ട് കേട്ടോ. നോമ്പിന് ഇത്രയും ചൂടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഭയങ്കര ചൂട് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോയെന്ന്. നല്ല വെള്ളത്തിന് ദാഹവും ചൂടൊക്കെ നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നത് കേട്ടോ. ഞാൻ ഉമ്മാട് ചോദിച്ചപ്പോൾ ഉമ്മാക്കും അങ്ങനെ തന്നെ പറഞ്ഞു, നോമ്പിന് ഇത്ര ദാഹവും ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഉമ്മ പറഞ്ഞിട്ടാ. അപ്പോൾ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നാണ് ഇവിടെ ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. ഇന്നലെ നമ്മളെ നാടൻ സദ്യ ആയിരുന്നു കേട്ടോ അവിടെ. ഞാൻ പിന്നെ പാപ്പാളിയിൽ നിന്ന് അവിടുന്ന് താത്താൻ്റെ വീട്ടിൽ നിന്ന് രണ്ടാമത്തെ പെങ്ങളെ വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ചോറൊക്കെ. മൂത്ത പെങ്ങളെ വീട്ടിൽ നിന്നായിരുന്നു ചായയും കടിയൊക്കെ കുടിച്ചത് കേട്ടോ. പത്തിരിയും കറിയൊക്കെ അവിടെ നിന്നാണ് തിന്നത്. അപ്പോൾ അവിടെ ഇന്നലെ നാടൻ സദ്യ ആയിരുന്നു കേട്ടോ, സാമ്പാറും അവിയലും. അപ്പോൾ അവിടുത്തെ ചെറിയ താത്താൻ്റെ സാമ്പാറും അവിയലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇവിടെ വന്നപ്പോഴും നാടൻ ചോറും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ അനിയത്തിനായിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയല്ല, ഒരു 4 മണിയാകുമ്പോൾ ഞങ്ങൾ പോയിട്ട് ഒരു 10 മണിയായിട്ടാണ് വരാൻ. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പോകുമ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾക്ക് പിന്നെ ഒറ്റയ്ക്ക് ടൂറും കാര്യങ്ങളൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇന്നലെ പൊന്നാനിയും മുനമ്പത്ത് ബീവിടെ അവിടെ അറത്തിൻ്റെ അവിടെയും പിന്നെ കർമ്മ ബീച്ചിലും അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പോയിട്ട് പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാനൊരു ഇത്തിരി ചോറൊക്കെ തിന്നിട്ട് ഉമ്മാൻ്റെ മോരുകറിയും അവിയലും ഇതൊക്കെ കൂട്ടിയിട്ട് ഉമ്മാൻ്റെ കുറച്ച് ചോറും തിന്നിട്ടാണ്. പിന്നെ ഇന്ന് എന്തായാലും ബിരിയാണിയാണ്. ഇന്നാണ് നമ്മളെ മിച്ചും മിന്നൊക്കെ വരുന്നത്. ഇന്നലെ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല, മിച്ചു വന്നിട്ട് രാത്രിയാകുമ്പോൾ പോയിട്ട്. അപ്പോൾ ഇന്നാണ് അവർ ഫുഡും കാര്യങ്ങളൊക്കെ അവരത് ഇന്നാണ് ഇവിടെ. അപ്പോൾ ഇന്നാണ് കേട്ടോ വരുള്ളൂ. മാഷാ അല്ലാഹ് ഒരു നല്ലൊരു വിശേഷമുണ്ട്. അത് ഞാൻ ഇന്നത്തെ കഴിഞ്ഞിട്ട് നാളത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ. എന്തായാലും നല്ലൊരു വാർത്ത ഇന്ന് കേൾക്കട്ടെ. അത് കേട്ടിട്ടുണ്ടെങ്കിൽ നാളത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് കൺഫേം ആയാൽ പറയട്ടെ. പിന്നെ ഇതമ്മ ബിരിയാണി ഉണ്ടാക്കാനുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഉമ്മ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അത് ഒരു ഭാഗത്ത് റെഡി ആയതിൻ്റെ ശേഷം ഉമ്മ നമ്മൾ ചോറ് വെക്കാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയൊക്കെ കൂടിയിട്ട് അതും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉമ്മ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ്. പിന്നെ എന്തായാലും മാഷാ അല്ലാഹ് ഇപ്രാവശ്യത്തെ പെരുന്നാൾ നല്ല സന്തോഷത്തോടു കൂടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് കാലം അങ്ങനെ നല്ല സന്തോഷത്തിൽ എല്ലാ കാലങ്ങളും അങ്ങനെ പോട്ടല്ലേ, എല്ലാ ബന്ധങ്ങളും നല്ല നിലയിലും നല്ല സൗഹൃദത്തിലും ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോട്ടെ. അതാണ് നമുക്കൊരു സന്തോഷം. ഒരു നേരത്തെ ഭക്ഷണമാണെന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും കൂടി സന്തോഷത്തോട് കൂടിയിട്ട് അതൊരു പിടി വാരി തിന്നുമ്പോൾ അതൊരു സന്തോഷമാണ് കേട്ടോ. എൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ പറയണത്. അങ്ങനെ തന്നെ ഒരുവിധ ആളുകൾക്കൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബീച്ചിൽ അവിടെയൊക്കെ പോയപ്പോൾ അവിടെ പിന്നെ തറവാട്ടിലുള്ള കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ എളാപ്പാൻ്റെ മക്കളെല്ലാവരും അവിടെ വെച്ചിട്ട് ഞങ്ങൾ കണ്ടിട്ടാ. അങ്ങനെ അതും ഒരു നല്ലൊരു സന്തോഷമായി. നമ്മൾ എല്ലാവരെയും കൂടി കണ്ടല്ലോ. അവർ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. അപ്പോൾ അവിടെ വെച്ചിട്ട് അവരെല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ടാ. പിന്നെ എന്താ ഉമ്മ ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ തിളച്ചുമ്പോൾ ഉമ്മ അരിയൊക്കെ ഇട്ട് സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉമ്മ ഉണ്ടാക്കണ ബിരിയാണി ഇപ്പോൾ അത് ഇപ്പം ഇങ്ങനെ നിങ്ങൾ വെക്കണ പോലെ ആവില്ല ഉമ്മ വെക്കണ പോലെ ആവില്ല നിങ്ങൾ വെക്കുക. പക്ഷെ ഉമ്മ ഈ രീതിയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ കുഞ്ഞാറ്റ വന്നിട്ട് മല്ലിച്ചപ്പും പുതിനൊക്കെ ഒന്ന് അരിഞ്ഞ് തന്നിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പണി ചെയ്യണമെന്നും കൂടി നിങ്ങൾ വീഡിയോയിൽ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് വീഡിയോയിൽ എടുത്തതാണ് കേട്ടോ. അരിഞ്ഞതിൻ്റെ മേൽക്കൂടെ വീണ്ടും അരിയുണ്ട്, ഞാൻ വീഡിയോ എടുക്കണം ഇഷ്ടപ്പെട്ട. അപ്പോൾ അങ്ങനെ കേട്ടോ അത് കച്ചമ്പറിക്കുള്ളതാണ് കേട്ടോ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച് പിന്നെ കുറച്ച് ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അനിയത്തിക്കും കുട്ടികൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തയച്ചിരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മുത്തും ഒക്കെ ഉള്ളവിടെ. അപ്പോൾ പിന്നെ അവൾക്ക് അവിടെ എന്താ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തയച്ചിട്ടാണ്. അപ്പോൾ അവരും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരുന്നു. പക്ഷെ അവിടെ എന്തോ പച്ചക്കറീൻ്റെ ഒക്കെ എന്തൊക്കെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ മുത്ത് ഇന്ന് പോവുമല്ലോ രാത്രി. അപ്പോൾ പോയാൽ പിന്നെ അത് നടക്കില്ല. അപ്പോൾ ആ പണികളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ചോറൊക്കെ ദമ്മിട്ട് കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ അടുപ്പിൻ്റെ അവിടെ നിന്ന് എടുത്തത് കേട്ടോ. അവിടെ ലേറ്റുള്ള കാര്യമൊക്കെ അറിയണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഉമ്മ ലേറ്റ് ഇട്ടപ്പോൾ അവിടെ ലേറ്റ് ഉണ്ടായിരുന്നെന്ന് തോന്നിയത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കുറച്ച് ക്ലിയർ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് സഹകരിക്കണം. എന്തായാലും
നമ്മളെന്താ ചിക്കനൊക്കെ നല്ല മുരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ നല്ല മുരിയണം കേട്ടോ. ആ വേവാത്ത പോലെ എടുത്താലും കുട്ടികൾക്ക് ആർക്കും ഇഷ്ടമല്ല, ഞങ്ങൾക്കും ഇഷ്ടമല്ല കേട്ടോ. അത് മീൻ പൊരിക്കുമ്പോഴും ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചക്കരമത്തൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പം നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നെ ചായ കൊടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ടാ. പക്ഷേ 11 മണിയായിട്ടും അവർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനിത് രാവിലെ ഇപ്പോൾ ഒരു 11 മണിയാകുമ്പോഴാണ് ഞാനിപ്പോൾ ഇതിന് വോയിസ് ഓവറൊക്കെ കൊടുക്കണം. അപ്പോൾ അവർ വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചോറൊക്കെ ദമ്മിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ ദമ്മായി. നമ്മുടെ ബിരിയാണിയും നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാൻ വീണ്ടും പറയണത്, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാട്ടോ നിങ്ങളോട് ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോയും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓരോ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മുട്ടുവേദന നല്ല കൂടുതലായിരുന്നു. ഇപ്പോഴാണോ ഒന്ന് കുറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൊന്നാനി ഗവൺമെൻറ് ആശുപത്രി കാണിച്ചപ്പോൾ എനിക്കത് കുറഞ്ഞിട്ട്. അപ്പം നമ്മളെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ, നമ്മളെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളി മക്കളെ. ലൈക്ക് ചെയ്യണേന് നമ്മളൊന്ന് കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.